ശ്രീ എം രാജഗോപാലൻ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, കാസർഗോഡ് ജില്ലയിൽ സർക്കാർ മേഖലയിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് സബ്മിഷൻ. 2020-21 സാമ്പത്തിക വർഷം മുതൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂൾ ക്യാമ്പസിൽ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിന് സംസ്ഥാന ബജറ്റിൽ ടോക്കൺ പ്രൊവിഷൻ നൽകി ഉൾപ്പെടുത്തി വരുന്നുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറേറ്റിൻ്റെ 1-3-2003 തീയതിയിലെ ഉത്തരവ് പ്രകാരം മേൽ സൂചിപ്പിച്ച സ്ഥലത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിനെ സംബന്ധിച്ച് സാധ്യതാ പഠനം നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ ചുമതലപ്പെടുത്തുകയും പ്രസ്തുത റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സർ, ഈ റിപ്പോർട്ട് പ്രകാരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുകയാണെങ്കിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിനുശേഷം 25-5-2023 സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ സാധ്യതാ പഠന റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനുണ്ടായ വിശദമായ സാമ്പത്തിക ബാധ്യതാ വിവരങ്ങൾ കൂടി തയ്യാറാക്കി നൽകാൻ ആവശ്യപ്പെടുകയും പ്രസ്തുത റിപ്പോർട്ടും നൽകിയിരുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 3 കോടി രൂപയുടെ 20% തുക നീക്കിവെച്ചിട്ടുണ്ട്. സർ, പുതിയ എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിക്കുന്നതിന് സ്ഥലവും ലഭ്യമാണ്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള ചെറുവത്തൂർ ടെക്നിക്കൽ ഹൈസ്കൂളിന് 20 ഏക്കറോളം ഭൂമിയുണ്ട്. ഇതിൽ 15 ഏക്കർ ഭൂമി പുതിയ എഞ്ചിനീയറിംഗ് കോളേജിന് വേണ്ടി വിനിയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ആയതിനാൽ ബിടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബിടെക് ഇൻ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിടെക് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് എന്നീ 3 പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടുത്തി കോളേജ് ആരംഭിക്കുന്നതിനായി നടപടികൾ ആരംഭിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. സർ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സർ, കാസർഗോഡ് ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും എന്നാൽ അക്കാദമികമായി കഴിവുള്ളവരുമായ നിരവധി വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിന് സർക്കാർ ഉടമസ്ഥതയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കണം എന്ന ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ചെറുവത്തൂരിലെ ടെക്നിക്കൽ ഹൈസ്കൂൾ സ്ഥലത്ത് ഒരു സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ പരിശോധിച്ചു വരികയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ സർക്കാർ ടെക്നിക്കൽ സ്കൂൾ കോമ്പൗണ്ടിൽ സർക്കാർ മേഖലയിൽ ബിടെക് പുതുതലമുറ കോഴ്സുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രപ്പോസൽ പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനുണ്ടാകുന്ന വിശദ സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച പഠനം നടത്തുന്നതിന് കണ്ണൂർ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ നോഡൽ ഓഫീസറായി കമ്മിറ്റി രൂപീകരിക്കുകയും ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ക്യാമ്പസിനായി നിലവിലുള്ള സർക്കാർ ഭൂമി ഉപയോഗിക്കുന്നത് പ്രാഥമിക നിക്ഷേപം കുറയ്ക്കാനും പദ്ധതിയുടെ നിർവഹണം വേഗത്തിലാക്കാനും സഹായിക്കുമെന്നും സർക്കാർ ഉടമസ്ഥതയിൽ നിലവിൽ ചെറുവത്തൂരിൽ 48.0783 ഹെക്ടർ ഭൂമി ലഭ്യമാണെന്നും AICTE മാർഗനിർദ്ദേശപ്രകാരം എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഭൂമി ലഭ്യമാണ് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഡിജിറ്റൽ യുഗത്തിൽ മികവ് പുലർത്താനും സാങ്കേതിക വിദ്യയുടെയും വ്യവസായത്തിൻ്റെയും മുന്നേറ്റത്തിന് സംഭാവന നൽകാനും കഴിയുന്ന വിധത്തിൽ വിദ്യാർത്ഥികളെ സജ്ജരാക്കാൻ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നീ കോഴ്സുകൾ ഈ കോളേജിൽ ആരംഭിക്കണമെന്നാണ് ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ ശുപാർശ പരിശോധിച്ചു വരികയാണ്. 25-26 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ 3 കോടി രൂപയുടെ 20% തുക ഇതിനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. കൂടുതൽ ആവശ്യമായി വരുന്ന തുക കണ്ടെത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ ബന്ധപ്പെട്ടവരുടെ യോഗം മന്ത്രിതലത്തിൽ ഉടനെ തന്നെ വിളിച്ചു ചേർക്കുന്നതാണ്.